ആലപ്പുഴ കളർകോട് അപകടത്തിൽ മരിച്ച ആയുഷ് ഷാജിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, എവിടെയായിരുന്നു ആയുഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്? വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷം, വളരെ അപ്രതീക്ഷിതമായി ആ വീട്ടിലേക്കെത്തിയ ഒരു മരണവിവരം. മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു ഡോക്ടറായി ഒക്കെ മകനെ കാണുന്നെന്ന വലിയ ആഗ്രഹത്തോടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മുൻപിലേക്കാണ് ചേതനയേറ്റ ശരീരമായി മടങ്ങിയെത്തിയിട്ടുള്ളത്. വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ സംസ്കാര ചടങ്ങുകൾ, ദുഃഖകരമായൊരു അന്തരീക്ഷത്തിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി അല്ലേ? അതെ, ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കാവാലം, കുട്ടനാട്ടിലെ നമുക്കറിയാം കുട്ടനാട്ടിലെ ഒരു പഞ്ചായത്തായ കാവാലം പഞ്ചായത്തിലെ 2ാം വാർഡിലാണ് ഈ ആയുഷിന്റെ പിതാവ് ഷാജിയുടെ കുടുംബ വീട്. അവിടെയാണ് അല്പസമയം മുൻപ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ആയുഷിന്റെ മുത്തച്ഛനെയും മുത്തച്ഛിയെയും സംസ്കരിച്ചെടുത്ത് തന്നെയാണ് ഇപ്പോൾ ആയുഷിനെയും സംസ്കരിച്ചിരിക്കുന്നത്. മരണവിവരം കഴിഞ്ഞ ദിവസമാണ് ഈ മാതാപിതാക്കൾ അറിയുന്നത്. അവർ ഇൻഡോറിലായിരുന്നു. അച്ഛൻ ഷാജിക്ക് ഇൻഡോറിലാണ് ജോലി. വർഷങ്ങളായിട്ട് അവിടെ തന്നെയാണ് ഇരുവരും കുടുംബവും. മകന്റെ പഠനാവശ്യത്തിനായിട്ടാണ് ആയുഷ് നാട്ടിലേക്ക് വന്നത്. ആയുഷിന്റെ നാട്ടിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കണമെന്ന് തന്നെയായിരുന്നു. മറ്റു ചില മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ ഉണ്ടായിരുന്നുവെങ്കിലും ആലപ്പുഴ തന്നെ പഠിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് കുട്ടനാട്ടുകാരനായ ആയുഷ് മെഡിക്കൽ പഠനത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിയത്. ആ ചേതനയേറ്റ ശരീരം ഇന്നലെ വീട്ടുവളപ്പിലെത്തിയപ്പോൾ മുതൽ തുടങ്ങിയ ഒരു വിഷമവും വിതുമ്പലും ഒക്കെ തന്നെ നമുക്ക് ഈ അവസാന നിമിഷവും ഇപ്പോൾ അല്പസമയം മുൻപാണ് ചിതയ്ക്ക് അടുത്ത അനുജന്മാർ, ഏതാണ്ട് ഈ ഷാജിക്കും അല്ലെങ്കിൽ ഷാജിയുടെ ഭാര്യയ്ക്കും ഒരു മകളും മകനും മാത്രമാണുള്ളത്. മകനാണ് മരണപ്പെട്ടത്. മകൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് അടുത്ത ബന്ധുക്കളായിട്ടുള്ള കുട്ടികളാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അല്പസമയം മുൻപ് സംസ്കാര ചടങ്ങുകൾ നടന്നു. ഒപ്പം പഠിച്ച വിദ്യാർത്ഥികളൊക്കെ തന്നെ, മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ മകനെയും സുഹൃത്തിനെയും ഒക്കെ തന്നെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ ആ നിമിഷം വളരെയധികം വൈകാരികമായിരുന്നു. എന്തായാലും മകനെ ഡോക്ടറായിട്ട് കാണാൻ കൊതിച്ചു, അവനെ പഠിപ്പിച്ചു. ഇപ്പോൾ കവാലത്ത് തന്നെ അവനെ ഡോക്ടറായിട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ആ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു വലിയ ആഗ്രഹമാണ് ഇപ്പോൾ മരണം എത്തിയിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ കളർകോട് ഈ വാഹനാപകടം ഉണ്ടായി ദാരുണമായി 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണം ഓരോ നാട്ടിലും അങ്ങേയറ്റം ദുഃഖകരമായ, വളരെ നടുക്കത്തോടെ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നതിൻ്റെ ഓരോ കാഴ്ചയുമാണ് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് കുട്ടനാട്ടിലെ കാവാലത്താണ് ഈ സംസ്കാര ചടങ്ങ് നടന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ്. ആയുഷ് ഷാജിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പം മുമ്പ് അവിടെ പൂർത്തിയായി.